ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു CSEB ആൻഡ് BSc മാത്സ് യൂട്യൂബ് ചാനൽ. അപ്പോൾ വരുവാനിരിക്കുന്ന ജൂനിയർ ക്ലർക്ക് എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. ദ എലക്ഷൻ ടു റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി കണ്ടക്റ്റഡ് ബൈ ഡാഷ്. റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയിലേക്കുള്ള എലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത് ആരാണ്? കറക്റ്റ് ആൻസർ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ് റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയിലേക്കുള്ള ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫൈൻഡിങ്സ് ഓർ ഡിസിഷൻ ഓഫ് ആൻ ആർബിട്രേറ്റർ ഓർ എ പേഴ്സൺ ഡിസൈഡിങ് എ ഡിസ്പ്യൂട്ട് ഇസ് നോൺ ആസ് ഡാഷ്. ഫൈൻഡിങ്സ് ഓർ ഡിസിഷൻ ഓഫ് ആൻ ആർബിട്രേറ്റർ ഓർ എ പേഴ്സൺ ഡിസൈഡിങ് എ ഡിസ്പ്യൂട്ട് ഡിസൈഡ് ചെയ്യുന്ന പേഴ്സൺ അല്ലെങ്കിൽ ആർബിട്രേറ്ററിൻ്റെ ആ ഡിസിഷൻ അല്ലെങ്കിൽ ഫൈൻഡിങ്സിന് പറയുന്ന പേരാണ് കറക്റ്റ് ആൻസർ അവാർഡ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഡാഷ് ടൈപ്പ് സൊസൈറ്റി. എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഏതുതരം സൊസൈറ്റിക്ക് ഉദാഹരണമാണ്? എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഏതുതരം സൊസൈറ്റിക്ക് ഉദാഹരണമാണ്? അതിൻ്റെ കറക്റ്റ് ആൻസർ ക്രെഡിറ്റ് സൊസൈറ്റിക്ക് ഉദാഹരണമാണ് എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് കമ്പൈൽഡ് ദ ആക്ട് ഓഫ് 1904. 1904 ആക്ട് കമ്പൈൽ ചെയ്തത് ആരാണ്? 1904 ആക്ട് കമ്പൈൽ ചെയ്തത് കറക്റ്റ് ആൻസർ ഡെവ്സിൽ ഇബഡ്സൺ. ഡെവ്സിൽ ഇബഡ്സൺ ആണ് 1904 ആക്ട് കമ്പൈൽ ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വെയർ ക്ലാസിഫൈഡ് ആസ് റൂറൽ ആൻഡ് അർബൻ ഇൻ ഡാഷ്. കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ റൂറൽ അതുപോലെ അർബൻ എന്ന് തിരിച്ചത് ഏത് ആക്ട് പ്രകാരമാണ്? അതിൻ്റെ കറക്റ്റ് ആൻസർ 1904 ആക്ട് പ്രകാരമാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ റൂറൽ അതുപോലെ അർബൻ എന്ന് തിരിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് പെർമിറ്റഡ് ടു ബിക്കം മെമ്പർ ഓഫ് അനദർ സൊസൈറ്റി വാസ് എ ഫീച്ചർ ഓഫ് ഡാഷ് ആക്ട്. ഏത് ആക്ടിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചറായിരുന്നു ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് വേറെ കോപ്പറേറ്റീവ് സൊസൈറ്റി മെമ്പർ ആകാമെന്നുള്ള വ്യവസ്ഥ? അതേത് ആക്ടിൻ്റെ ഫീച്ചറായിരുന്നു? അതിൻ്റെ കറക്റ്റ് ആൻസർ 1912 ആക്ട്. 1912 ആക്ടിൻ്റെ ഫീച്ചറായിരുന്നു ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് വേറൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി മെമ്പർ ആകാമെന്നുള്ള പ്രത്യേകത 1912 ആക്ടിൻ്റെ പ്രത്യേകതയായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻ ഓഫീസർ അപ്പോയിൻറ്റഡ് അണ്ടർ സെക്ഷൻ 65 ഓഫ് KSCB ആക്ട് ഈസ് ഡാഷ്. ഒരു ഓഫീസർ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ സെക്ഷൻ 65 പ്രകാരം അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്ന ആ ഓഫീസറിന് പറയുന്ന പേരാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ കറക്റ്റ് ആൻസർ എൻക്വയറി ഓഫീസർ. ആൻ ഓഫീസർ അപ്പോയിൻറ്റഡ് അണ്ടർ സെക്ഷൻ 65 ഓഫ് KSCB ആക്ട് ഈസ് നോൺ ആസ് എൻക്വയറി ഓഫീസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ എൻക്വയറി അണ്ടർ സെക്ഷൻ 65 ഷാൾ ബി കംപ്ലീറ്റഡ് വിതിൻ ഡാഷ്. സെക്ഷൻ 65 പ്രകാരമുള്ള എൻക്വയറി എത്ര നാളുകൾക്കുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് KSCB ആക്ടിൽ പറഞ്ഞിരിക്കുന്നത്? അതിൻ്റെ കറക്റ്റ് ആൻസർ 6 months ആണ്. 6 മാസത്തിനുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് KSCB ആക്ടിൽ പറഞ്ഞിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ഇസ് ദ സെക്രട്ടറി ഓഫ് കോപ്പറേറ്റീവ് ട്രൈബ്യൂണൽ. കോപ്പറേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ സെക്രട്ടറി ആരാണ്? കോപ്പറേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ സെക്രട്ടറി ആരാണ്? അതിൻ്റെ കറക്റ്റ് ആൻസർ ഡെപ്യൂട്ടി രജിസ്ട്രാറാണ് കോപ്പറേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ സെക്രട്ടറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പീൽ ടു ട്രൈബ്യൂണൽ ഷാൾ ബി ഫയൽഡ് ഇൻ ഫോം നമ്പർ ഡാഷ്. അപ്പീൽ ടു ട്രൈബ്യൂണൽ ഷാൾ ബി ഫയൽഡ് ഇൻ ഫോം നമ്പർ ഡാഷ്. അപ്പീൽ ടു ട്രൈബ്യൂണൽ ഷാൾ ബി ഫയൽഡ് ഇൻ ഫോം നമ്പർ കറക്റ്റ് ആൻസർ 15. ഫോം നമ്പർ 15 അപ്പീൽ ടു ട്രൈബ്യൂണൽ ഫയൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ് KSCB ആക്ട് പറഞ്ഞിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. എല്ലാ ദിവസവും നമ്മൾ ഇതുപോലെ ക്വസ്റ്റ്യൻസ് ചെയ്യും. വരുന്ന എക്സാമിന് നിങ്ങൾക്കിത് ഉപകാരപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.